ഇനി പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമതായിട്ട് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം നടക്കുന്നവരിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും അതുമൂലം വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ ഹോർമോണൽ ഇംബാലൻസസും അതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത അണ്ടങ്ങളും ഉണ്ടായതിനാൽ ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. PCOD അല്ലെങ്കിൽ PCOS ഉള്ള സ്ത്രീകളിൽ അവരിൽ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളർച്ചയെത്താതിരിക്കുകയും അണ്ടവിസർജനം കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള ആളുകളിൽ അവരിലെ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഓവുലേഷൻ നടക്കാനുള്ള സാധ്യത കുറയുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവരിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കും. സ്ത്രീകളിൽ കണ്ടുവരുന്ന എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ്, പ്രത്യേകിച്ച് ഈസ്ട്രോജൻ, അതുപോലെ പ്രൊലാക്റ്റിൻ, ആന്റിമുള്ളറിൻ ഹോർമോൺ, ഇവയിലൊക്കെ ഉണ്ടാവുന്ന ഇംബാലൻസ് സ്ത്രീകളിൽ ഫോളിക്കിൾസിന്റെ ഗ്രോത്തിനെ ബാധിക്കുകയും ഇത് ഓവുലേഷനെ തടയുകയും ചെയ്യാം. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ ഏകദേശം 35 വയസ്സോട് അടുക്കുന്ന സ്ത്രീകളിൽ അവരിൽ അണ്ടങ്ങളുടെ റിസർവ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുങ്ങിയത് 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറക്കം കൃത്യമായിട്ട് രാത്രി കിട്ടാത്ത സ്ത്രീകളിൽ അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് താളം തെറ്റുകയും ഇതുമൂലം അവരുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ഇത് ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ്, പ്രത്യേകിച്ച് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകളിൽ ഈ ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. അക്യൂട്ട് ഇൽനെസ് ഉള്ള സ്ത്രീകളിൽ അവരിൽ ആ സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള അണ്ടത്തിന്റെ വളർച്ച നടക്കാതിരിക്കുകയും ഇതിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കാനുള്ള